വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു വ്ളോഗ് ഇടുന്നത് അല്ലേ? കുറേ നാൾക്ക് ശേഷമല്ലേ? ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് ഇല്ലിക്കല്ലിലാണ്. നല്ലൊരു വ്യൂ ആണിത്. ഈ കല്ലാണ്, ഇതാണ് ഇല്ലിക്കല്ല്. ഇവിടുന്ന് ഇങ്ങനെ ചെത്തി നിർത്തിയേക്കുന്നവരാണ്, പക്ഷെ അടന്നെന്തോ പോയതാ. പക്ഷെ പൊക്ക വ്യൂ സെറ്റല്ലേ? കുറേ വെള്ളം ഉള്ളതുകൊണ്ട് സീനില്ല. പക്ക വാട്ടർഫാൾ തന്നെ. അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് സ്പോട്ടിൽ പോവാം. നമ്മളിപ്പോൾ ഉള്ളത് ഇലവീഴ പൂഞ്ചിറയാണ്. ഇത് ബേസ്ഡ് ആയിട്ടൊരു സിനിമയൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു പേരൊക്കെ വെച്ചോണ്ട്. ഓക്കെ, ഇവിടുന്ന് വാഗമണ്ണോട്ടൊരു 29 കിലോമീറ്റർ, കാഞ്ഞാറിലോട്ടൊരു 8.7 കിലോമീറ്റർ, ഇടുക്കി 36 കിലോമീറ്റർ. ഓക്കെ, ഇതാണ് ഇലവീഴ പൂഞ്ചിറ. ഓക്കെ, ഇവിടെ അകത്തോട്ട് കയറാൻ വേണ്ടി ജീപ്പ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇവിടെ മാത്രം പോകുന്നെങ്കിൽ ജീപ്പിൻ്റെ ആവശ്യമില്ല അടുത്ത. അപ്പോൾ നമ്മൾ ജീപ്പ് യൂസ് ചെയ്യുന്നില്ല, നമ്മൾ നടക്കുകയാണ്. ഓക്കെ, അത് ദൂരം ഇല്ലെന്നാണ് പറഞ്ഞത്. സീനില്ലായിരിക്കും, പിന്നെ വെയിലില്ല, അതുകൊണ്ട് നമ്മളത്രയും അലയത്തില്ല. നടക്കാം എന്നുള്ള വിശ്വാസത്തിൽ ഇങ്ങനെ നടക്കുക. ഓക്കെ, ജീപ്പിൻ്റെ പ്രൈസ് വരുന്നത് ഇവിടെ മാത്രം പോകുന്നതിന് 500, പിന്നെ വേറെ സ്പോട്ടുകളുണ്ട് അവിടെ 2 തൊട്ട് പോകുന്നതിന് 1000 രൂപ. ഇവിടെ മാത്രമാണ് 500. ഞങ്ങൾ 4 പേരൊക്കെ. ഓക്കെ, അപ്പോൾ കുറച്ച് പേര് എത്ര 8 പേര് എങ്ങനെ ഉണ്ടെങ്കിൽ 500 ലാഭമാണ്. 8 പേരെ ഒരു ഇതിനകത്ത് കൊണ്ടുപോകാം. പിന്നെ അങ്ങോട്ടാണ് പോകേണ്ടത്. ഇവിടെ വേറൊരു സ്പോട്ട് കൂടെ ഉണ്ട്, കുറച്ച് ഇരിക്കുന്നുണ്ടോ അവിടെ. ഒരു പക്ക സൺസെറ്റ് പോലെയൊക്കെ കാണാനൊക്കെ പറ്റും. പക്ക ഒരു സ്പോട്ട്. അത് ഞങ്ങൾ കുറച്ച് മുന്നേ പോയായിരുന്നു അങ്ങോട്ട്. ആദ്യം അങ്ങോട്ടൊന്ന് നോക്കാം. കണ്ട നൈസൊരു സ്പോട്ടാണ് ഇത്. റോഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് എത്ര ഉള്ളു കാണാം ഗൈസ്. അങ്ങനെ അവിടെ വരെ പോകണം. ഇങ്ങനെ നടന്ന് പോകാൻ പറ്റുന്ന ജീപ്പൊക്കെ വരുന്നുണ്ടോ? ഓക്കെ, സോ ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. എന്തുവാ കുറേ പോകണ്ട. പിന്നെ എന്തുകൊണ്ട് നമ്മൾ രാവിലെ ഒന്ന് പെട്ട് ജീപ്പിൻ്റെ കാര്യത്തിൽ? പിന്നെ എന്തുകൊണ്ട് നമ്മൾ ജീപ്പ് എടുക്കുന്നില്ല? ഇത് നിങ്ങളുടെ മൈൻഡുണ്ട്. ജീപ്പ് എടുത്ത് പൈസ വേണ്ട. ഇതുപോലെ ജീപ്പിൽ പോവാം. ഓക്കെ, എജാതി പൊടി പയ്യൊക്കെ പോകൂടാ, പൊടിയുണ്ട്. ഓക്കെ, ഞങ്ങൾ നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. നടന്നിട്ട് അവിടെ എത്തിയിട്ട് കാണാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാം. പക്ഷേ എൻ്റെ പണ്ടത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും സഞ്ചരിക്കുന്ന പാതയിൽ ഞാൻ സഞ്ചരിക്കാറില്ലെന്ന്. ഓക്കെ, പണ്ടത്തെ ഏതോ ഒരു വ്ളോഗിനകത്തായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അതുപോലെ നമ്മൾ ഇപ്പോഴും ചെയ്യുവാണ് കേട്ടോ. അതാണ് മെയിൻ റൂട്ട്. നമ്മൾ വേറെ റൂട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വേറെ റൂട്ട് വഴി പോവാണ്. ഇതിൻ്റെ ഒരു കോമഡി എന്ന് പറയുമ്പം ഈ റൂട്ട് കറങ്ങി ആ വഴി തന്നെ എത്തും. നേരെ പോരുന്നതായിരുന്നു നല്ലത്. ഇതിപ്പോ കുറച്ച് കറങ്ങി. മഴയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്, നല്ല ഇടിയുണ്ട്. സോ ഇവിടെയൊക്കെ റിസ്ക് ആണ് നിൽക്കുന്നത്, കാരണം ഇടിമിന്നലാക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. സീന ഭയങ്കരമായ കാറ്റ്. ഞാൻ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കേൾക്കുന്നുണ്ടായിരിക്കല്ലേ? ഇതുള്ള എൻ്റെ അമ്മ ഇത് അവിടെ നമുക്ക് പോകാനുള്ള. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയെന്നേ ഉള്ളു. എൻ്റെ മൈൻഡ് പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ടാകും. കൊള്ളാം കേസ്. നമുക്ക് മുകളിൽ കയറണം. മുകളിൽ കയറിയിട്ട് ഇതിനും അടിപൊളി കാഴ്ചയായിരിക്കും. വണ്ടിയൊക്കെ പോകണം ഓഫ് റോഡ്. മുകളിൽ എൻ്റെ പേർക്ക് വെച്ച് ഓഫ് റോഡ് ഇതൊക്കെ നല്ല വഴിയായിരുന്നു. ബട്ട് വെള്ളം വന്ന് അലമ്പായതാണ്. നല്ല വഴിയായിരുന്നു ഇത്. അതുപോലെ നിരപ്പായിട്ടുള്ള പ്രദേശമായിരുന്നു. അല്ലെങ്കിൽ താഴെ വീഴും. തലേന്നൊക്കെ വായിട്ടെടുക്കാതെ സോ ബി കെയർഫുൾ. വെറുതെ സൂക്ഷിക്കുക. ജീപ്പിൽ പോകുന്നത് മൈൻഡ് ആയിരിക്കുമല്ലോ ഇവിടെ. ജീപ്പിൽ തൊഴി പോകുന്നത് പക്കയായിരിക്കും. കുലിക്ക് നാശമാവും. പോകുന്നുണ്ടോ?
നമ്മൾ വേറെ പാത തപ്പി ഇവിടം വരെ എത്തി. വേണമെങ്കിൽ അങ്ങനെ പോവാം. സുഭാഷ് പോയതുപോലെ പോവും. അപ്പം ഇതാണ് പൂച്ചിറ. ഓക്കെ, അല്ല ഇതല്ല, കുറച്ചുകൂടെ മണ്ടക്കോട്ട് ചെല്ലണം. ഞാൻ ജസ്റ്റ് അല്ലാതെ ഒരു പ്ലേസിൽ കയറി നിന്നേ ഉള്ളൂ. അവിടെ ചിറയൊക്കെ കാണുന്നില്ലേ, ചിറയൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ചെറിയൊരു ടവറുണ്ട്. പിന്നെ അതാണ് വളവ്. അതാണ് റോഡ്. പക്ക വൈബ് പ്ലേസ്. എനിക്ക് ഭയങ്കര കാറ്റ്. ഞാൻ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ട് കാണിച്ചു തരാം. നമ്മൾ ജീപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. ജീപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കറങ്ങി അവിടെ എത്തി. ചെറിയ ചെറിയ വേണോ ഇവിടെ നിന്ന് 2 പിക്കൊക്കെ എടുക്കാം. ജീപ്പ് എന്നത് പറ്റത്തില്ല. ജീപ്പ് നേരെ ടോപ്പിൽ പോയി 2 പിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതാകുമ്പോൾ ഇവിടെ 2 പിക്കൊക്കെ എടുത്ത് കൂട്ടുകാരൊക്കെ ആയിട്ട് പോകാൻ പറ്റും. ജീപ്പ് വന്നാൽ ഇതൊന്നും നടക്കത്തില്ല. ജീപ്പ് വന്നാൽ ഡയറക്റ്റ് നേരെ മണ്ടക്കോട്ട്. പിന്നെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക എങ്ങനെ പോകണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ മുകളിലെത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കും. ഉണ്ടായിരിക്കും. ഞാൻ ഇതുവരെ വന്നിട്ടില്ല. നമ്മളിപ്പം പൂഞ്ചിയുടെ മുകളിൽ വന്നേക്കാണ്. ഇവിടെ ഒരു പോലീസിൻ്റെ പണ്ടത്തെ വയർലെസ് സ്റ്റേഷൻ ഒക്കെ ഉണ്ട്. ഇവിടെ മറ്റില്ല ടവർ വലിയ ഇതായിട്ട് കാണാമെന്നില്ല, എന്നാലും ഇതൊക്കെ കാണാം. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനില്ല. ഇത് കാണാം. പിന്നെ നല്ല തണുപ്പാണ്. അത്രയൊക്കെ ഉള്ളു. പക്ക വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ. അവിടെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകി കിടക്കുന്നത് കാണാം. കൊള്ളാം. സൂര്യാസ്തമനം കാണാം. വേണ്ട സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു. ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണിത്. പിന്നെ അങ്ങൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെയും കയറിയുന്ന ഫുൾ ഇത് മൊത്തം കാണാനൊക്കെ പറ്റും. സിനിമയിലൊക്കെ ഷൂട്ടിങ് നടക്കുന്നൊരു സ്പോട്ടാണിത്. ഇലവീഴ പൂഞ്ചിറയിലെ ആ ഒരു സിനിമയിൽ ഈ ഒരു സ്പോട്ടുണ്ട്. പിന്നെ മറ്റേ ഇതുപോലെ സ്പോട്ടാണ് അദൃശ്യ ജനാലകളിനകത്ത്. പക്ഷേ ഇതല്ല. ഓക്കെ, ഇത് പഴയ വയർലെസ് സ്റ്റേഷൻ, ഇത് പുതിയത്. അതാണ് ഇത് കെട്ടിയപ്പോഴാണ് ഇവിടുന്ന് ഇങ്ങോട്ട് വരെ മാറിയത്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല. പക്ഷെ ഫോട്ടോ എടുക്കാനൊക്കെ നൈസ് സ്പോട്ടാണിത്. പിന്നെ ചുമ്മാ ഒന്ന് കാറ്റൊക്കെ കൊള്ളാം. പക്ക ഇതാണ് ഇതെന്ത് ഇലവീഴ പൂഞ്ചിറ. ഓക്കെ, ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിന്റ് ആയത്. പൂഞ്ചിറ താഴെയുണ്ട്. അപ്പം ഇവിടെ പിന്നെ മറ്റേ ജീപ്പിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വലിയ കുഴപ്പമില്ല. പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം റിലാക്സ് ആയിട്ട് വരാം. ജീപ്പിൽ വന്നു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. ഓക്കെ, അപ്പം നിങ്ങളിതൊക്കെ നോക്കിയും കണ്ടും വരിക. എടി അതിനു വേണ്ടി ഉണ്ടാക്കിയ വണ്ടി അത്. നമ്മള് മറ്റേത് വ്യൂ പോയിന്റ്, ഇത് ലേക്കും. ഇലവീഴ പൂഞ്ചിറ ലേക്ക്. ഓക്കെ, ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകണം. ഉള്ളിലോട്ടാണ് ലേക്ക്. അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെയും ഓഫ് റോഡ് തന്നെയാണ്. അവിടെ വ്യൂ പോയിന്റ്, ഇവിടെ ലേക്ക്. ഓക്കെ, സത്യം 2 വട്ടം വീണ്. ഇതാണ് ഇലവീഴ പൂഞ്ചിറ. ഇതിനകത്തൊരു ഇല പോലും ഇല്ല. ഓക്കെ, അമൃത് സരോവർ കുടിവെള്ള പദ്ധതിയാണിത്. ഇത് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇറങ്ങരുത്. വന്നാലും ഇറങ്ങരുത്. മീനുണ്ട്, മണത്ത് കണ്ണി. പക്ഷെ കുടിവെള്ളത്തിന്റെ ഭാഗമാണ് എന്തോ ചുട്ടുപൂശാനോ. ഓക്കെ, ഇങ്ങനെ നടന്ന് കാണാം. ഇങ്ങനെ തിരിച്ചു വരാം.
മേളിലാവും. അപ്പുറത്ത് ഇല്ല നമ്മുടെ കട്ടപ്പന റൂട്ടിലുള്ളത്. കട്ടപ്പന റൂട്ടിലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫ്രണ്ട് അതായത് നമ്മുടെ ഡാം ടോപ്പ് നിർത്തി. അത് എൻ്റെ വീടിൻ്റെ മേൽവശമാണത്. അത് ശരി. എൻ്റെ വീട് ഇതാണ് ഇതാണല്ലേ ഇത് മേളിൽ. അപ്പം അതിൻ്റെ എൻട്രൻസ് നിർത്തിയിട്ട് ഒരു വർഷം ആവുന്നു. പിന്നെ അവിടുന്ന് നമ്മുടെ അതായത് ഹിവി പാർക്ക് പാർക്കിന്റെ അവിടുന്ന് അവിടെ അതുപോലെ അവിടെ കൊണ്ടുപോകും ജീപ്പിനകത്ത്. മറ്റേ ആ ചെറിയ വണ്ടിയില്ലേ അതില്. നേരത്തെ ഇടയ്ക്ക് നമ്മുടെ സ്വകാര്യ വാഹനങ്ങളെ കയറ്റി വിടത്തില്ലായിരുന്നു. ഇല്ല, ഇപ്പൊ ഒരു വാഹനത്തെ കയറ്റി വിടത്തില്ല ഇല്ലേ? കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. വെച്ചാൽ നമ്മുടെ ചെറുതോണി ഡാം ഏതാണ്ട് കോരി ഒഴിച്ചല്ലേ ഡാമിൻ്റെ അതിൻ്റെ പൂട്ടിലും എല്ലാം കൂടെ രാസലായനി ഒഴിച്ച് അത് തകർക്കാനുള്ളൊരു സംവിധാനമൊക്കെ ഇവിടെ ഉണ്ടായി. അങ്ങനെ അതുകൊണ്ട് ഡാം സുരക്ഷ എല്ലാം വർദ്ധിപ്പിച്ച് ഒരു ഡാമിലും കയറ്റുന്നില്ല. 16 പോലീസുകാർക്ക് സസ്പെൻഷനിലായി. ഇപ്പോഴും സസ്പെൻഷനില്ല, അവരെ തിരിച്ചെടുത്തിട്ടില്ല. അതായത് ഇതിന്റെ നടുക്ക് ഇറങ്ങാമല്ലോ താഴെ അവിടെ ഈ ഡാമിന്റെ അവിടെ ഇറങ്ങാൻ വേണ്ടി ഈ പാറയില്ലേ, ഈ പാറയ്ക്കകത്തൊരു ലിഫ്റ്റ് സംവിധാനം അതിന്റെ താഴെ ചെല്ലാമെന്ന് പറഞ്ഞു. താഴെ ചെല്ലാം അല്ല, അതായത് ഇവിടുന്ന് എൻട്രൻസ് ഉണ്ടായിരുന്ന സമയത്ത് പബ്ലിക്കിനെ കയറ്റില്ലല്ലോ. പബ്ലിക്കിനെ കയറ്റുന്ന സമയം ഉണ്ടായിരുന്നു. ഇവിടുന്ന് കയറിയിട്ട് നമ്മൾ ആ ലിഫ്റ്റ് സംവിധാനത്തോടെ മേളിൽ ചെന്നിട്ട് ഇവിടുന്ന് നടന്ന് 2.5 കിലോമീറ്റർ നടന്ന് 2.5 കിലോമീറ്ററാണിത്. ഇതിൻ്റെ മണ്ടേ കൂടെ അല്ലെങ്കിൽ 7 കിലോമീറ്റർ ഇതിലെ വ്യത്യാസം അതാണ്. ശരി. ഇത് ഗവൺമെന്റ് പ്രോപ്പർട്ടി അല്ലേ? ഇത് ഗവൺമെന്റ് KSBയുടെ പ്രോപ്പർട്ടിയാണ്. KSBയുടെ പ്രോപ്പർട്ടി. കുറവും മലയും കുറച്ച് പോലീസുകാരുണ്ട് ഉണ്ടല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ കൊണ്ട് ഇവിടുത്തെ വേലി കെട്ടിച്ചു പോലീസുകാർ. ഇതാണോ വഴി? അങ്ങോട്ടൊക്കെ വീട്ടിലുള്ള വഴിയാണോ? വീട്ടിലേക്കുള്ള വഴി ഇങ്ങനെ കയറി. അത് ശരി. ഇതാണ് ഇടുക്കി ഡാമിൻ്റെ ആർച്ച് ഡാം. ഓക്കെ, ഇത് കുറവൻ മലയും കുറത്തുമലയും അങ്ങനെയാണ് എൻ്റെ പേര്. അതാണ് ഇങ്ങനെ ആർച്ച് വല്ല ഡാമിൻ്റെ. അതിൻ്റെ അപ്പുറത്ത് ഫുൾ വെള്ളമാണ്. ഓക്കെ, ഫുൾ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോട്ട് കയറ്റി നമ്മുടെ ഇതൊന്നുമില്ല. കുറേ ക്യാമറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നൈസാണ്. ഓക്കെ, ഡേ 1 ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഡേ 2 ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം. ബാക്കി കുറച്ച് സ്ഥലങ്ങൾക്കൊക്കെ പോകാനുണ്ട്. ഓക്കെ, ബൈ. അപ്പം ഡേ 2 കാണാം. I'm saying bye to all the lies and all the times you cried, saying that I wasn't right, yet I was right by your side. You manipulator, playing games, your friends commentators, and I don't know what you say about our private conversations, but it's got 'em hate.